നമസ്കാരം കുട്ടികളെ, ഞാൻ മുരളി സാറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററാണ് എടുത്തത്. അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതിൻ്റെ നോട്ട്സ് കഴിഞ്ഞ ദിവസം ഇട്ട് തന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സമയം കളയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്നില്ലേ എന്ന്. തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട്, എടുത്തു തരും കേട്ടോ. അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തീർന്നിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. ആ ചാപ്റ്റർ വേറൊന്നുമല്ല, നിങ്ങളുടെ 8ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് റിയാക്ഷൻ. അങ്ങനെ ഒരു റിയാക്ഷൻ അല്ല ഒരു ചാപ്റ്ററെ കുറിച്ച് ഞാൻ പറയാൻ പോകും, റിഡോക്സ് റിയാക്ഷൻ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിനേഷൻ വളരെ സിമ്പിളായിരിക്കും. ഞാനീ തരുന്ന വീഡിയോയും നോട്ട്സും എല്ലാം നിങ്ങൾ നല്ല ധൈര്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾ ഈ എക്സാം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഓർക്കുക തന്നെ ചെയ്യും, ആ ഒരു സംശയമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്, അത് ഉറപ്പായ കാര്യം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയണം, നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. യെസ്, അപ്പം ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ആ റിഡോക്സ് റിയാക്ഷൻ പഠിക്കുമ്പോൾ ആദ്യം എന്ത് വേണം? ആ റിഡോക്സ് എന്നുള്ള വാക്കിന് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം, വേണം. അപ്പോൾ റിഡോക്സ് എന്നുള്ളത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. എന്താണ്? റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ കണ്ടോ, ഇത് രണ്ടും കൂടെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ റിഡോക്സ് എന്ന വാക്കിന് അർത്ഥം മനസ്സിലായല്ലോ. എന്താണ്? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് ആർ കളക്റ്റീവ്ലി കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. പക്ഷെ ഇതുകൊണ്ട് മാത്രം ആയില്ല. ഇനി എന്താണ് ഈ ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, അതുകൂടെ അറിഞ്ഞിരിക്കണം അല്ലേ. റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ, വേണം. അതെന്താണെന്ന് ഞാൻ ഒന്ന് പറയാൻ പോവാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രധാനമായിട്ട് അതിനുള്ള പല കോൺസെപ്റ്റുകളുണ്ട്, മനസ്സിലാക്കുക. ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ പറയാം. അല്ല, ആദ്യത്തെ കോൺസെപ്റ്റ് അതിന് പറഞ്ഞ പേര് അറ്റോമിക് കോൺസെപ്റ്റ് എന്നാണ് കേട്ടോ. അറ്റോമിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കോൺസെപ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ക്ലാസിക്കൽ കോൺസെപ്റ്റ്. Then, according to this concept, oxidation means addition of oxygen അല്ലെങ്കിൽ removal of hydrogen. കണ്ടോ, അഡീഷൻ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഒരു ആറ്റത്തിലോട്ട് ഒരു ഓക്സിജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ, അതാണ് ഓക്സിഡേഷൻ. അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആക്കുന്ന ഹൈഡ്രജൻ എടുത്ത് കളയുന്ന റിയാക്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അപ്പൊ റിഡക്ഷൻ എന്തായിരിക്കും? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് എന്താണ്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്നോ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്നോ പറയാം. അപ്പൊ ഒരു സബ്സ്റ്റൻസിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനകത്തുനിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യുക. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റിഡക്ഷൻ. സോ ഫോർ എക്സാമ്പിൾ നോക്കുക, ഇപ്പോ C+O2 gives CO2. കണ്ടോ, സിമ്പിൾ റിയാക്ഷൻ. നോക്കി, ഇവിടെ കാർബൺ ഒറ്റയ്ക്കാണ്, പക്ഷെ ഓക്സിജൻ കമ്പനി ചെയ്തപ്പോൾ CO2 ആയി. അപ്പൊ കാർബണിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പൊ അഡീഷൻ ഓഫ് ഓക്സിജൻ. കണ്ടോ, അഡീഷൻ ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് വാട്ട്? ഓക്സിഡേഷൻ. അപ്പൊ കാർബൺ ഓക്സിഡൈസ് ടു വാട്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. അത് വേറെ റിയാക്ഷൻ. H2S plus Cl2 gives HCl plus S. പാർട്ടിസിപ്പേറ്റ് 2S അല്ലേ. നോക്കി, ഇവിടെ സൾഫറിന്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, പക്ഷെ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ സൾഫർ ഒറ്റയ്ക്കായി. അപ്പോൾ ഹൈഡ്രജൻ സൾഫറിനകത്ത് ഹൈഡ്രജൻ റിമൂവ് ചെയ്തു അല്ലേ. അപ്പോൾ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എടുക്കുന്നു. കണ്ടോ, അതായത് അത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ സൾഫൈഡ് ഓക്സിഡേഷൻ വിധേയമായി, കാരണം റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ് സംഭവിച്ചത്. അടുത്തത് നോക്കി, ഈ ഹൈഡ്രജൻ നേരെ എങ്ങോട്ടാ പോയത്? ക്ലോറിനിലേക്കാണ് പോയത്. അപ്പൊ അവിടെ അഡീഷൻ അല്ലേ, ക്ലോറിന്റെ കൂടെ ചെല്ലുക H. അപ്പൊ കൂടെ ചെല്ലുക മീൻസ് അഡീഷൻ ആണ്. അപ്പൊ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? റിഡക്ഷൻ. കണ്ടോ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ആണ്, ഇവിടെ എന്തുവാ? റിഡക്ഷൻ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ച പേരാണ് എന്തുവാ? റിഡോക്സ് റിയാക്ഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് പറയാൻ ശ്രദ്ധിക്കാം. The process of addition of oxygen or removal of hydrogen is called oxidation. The process of addition of hydrogen or removal of oxygen is called reduction. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നിച്ച് നടക്കുന്ന റിയാക്ഷൻ ആണ്, അതുകൊണ്ടാണ് എന്ത് വിളിച്ചത്? റിഡോക്സ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡിന് ഓക്സിഡേഷൻ സംഭവിച്ചു, കാരണം റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. അങ്ങനെ ഓക്സിഡേഷൻ വിധേയമാകുന്ന റിയേജന്റ്, അതിന് പ്രത്യേക പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് വിളിക്കും. മറക്കരുത് കേട്ടോ, റെഡ്യൂസിംഗ് ഏജന്റ്.
അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ വിധേയമായത് അതെന്തായിരിക്കും? റിഡക്ഷൻ വിധേയമായത് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കണം. കണ്ടോ? അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും അപ്പൊ എക്സാമിന് വേണ്ടി ചോദിക്കാം. അപ്പൊ ഈ റിയാക്ഷൻ എന്തായിരിക്കാണ്? റെഡ്യൂസിങ് ഏജന്റ് ഈസ് ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ക്ലോറിൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ വാക്ക് മാർക്കരുത് കേട്ടോ. ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റ്. ദ റിയേജന്റ് which undergo oxidation, that is called the reducing agent. The reagent which undergo reduction, that is called the oxidizing agent. ക്ലിയർ ആയല്ലോ? ഇതാണ് അറ്റോമിക് കോൺസെപ്റ്റിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അറ്റോമിക് കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് എന്ന് പറയും കേട്ടോ. ഇലക്ട്രോണിക് കോൺസെപ്റ്റ് നമുക്കറിയാം, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ആറ്റം എന്ത് സംഭവിക്കും? റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാം, അതുപോലെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാം. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ഇത്രയുള്ള സംഭവം. ഓക്സിഡേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. കണ്ടോ? ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ ലോസ് ചെയ്യുക അല്ല റിമൂവ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഓക്സിഡേഷൻ. സിമിലർലി റിഡക്ഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ? ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് അതിനെന്ത് വിളിച്ചു? റിഡക്ഷൻ എന്ന് വിളിക്കാം. ക്ലിയർ? അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺസെപ്റ്റില് ശ്രദ്ധിക്കാം. ഓക്സിഡേഷൻ എന്താന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. ആൻഡ് റിഡക്ഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ പ്ലസ് ഇ മൈനസ്, മൈനസ് ഇ മൈനസും പ്ലസ് ഇ മൈനസ് ഇതൊക്കെ ഓരോ കോഡാണ് കേട്ടോ, വേറെ ആയിരുന്നില്ല. മൈനസ് ഇ മൈനസ് മീൻസ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം, പ്ലസ് ഇ മൈനസ് മീൻസ് ഇലക്ട്രോൺ ആഡ് ചെയ്യാം. The process of removal of electron is called oxidation and the process of addition of electron is called reduction. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷൻ ആണ് സോഡിയം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം സോഡിയം ക്ലോറൈഡ് അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? സോഡിയം അറ്റോം നമ്പർ 11 അല്ലേ? അപ്പൊ കോൺഫിഗറേഷൻ 281, ക്ലോറിൻ 17 ആണ്. അപ്പൊ 287 അല്ലേ? അപ്പൊ രണ്ടുപേരും ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കി എളുപ്പം മാർഗം എന്താ? സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ നേരെ ക്ലോറിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. അപ്പൊ ക്ലോറിൻ സോഡിയത്തിൽ നിന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. ശരിയാണോ? അപ്പോൾ സോഡിയം ഇലക്ട്രോണിനെ വിട്ടുന്ന ഫലമായിട്ട് എന്തായിട്ട് മാറും? അത് Na+ ആവും. ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന ഫലമായിട്ട് നെഗറ്റീവ് ആവും. കണ്ടോ? അപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട് മാറിയില്ലേ? ദ ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ബിക്കം പോസിറ്റീവ് അയോൺ, ദി ആറ്റം വിച്ച് ഗെയിൻ ഇലക്ട്രോൺ ബിക്കം നെഗറ്റീവ് അയോൺ. അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് എഴുതി നോക്കാം. നമുക്ക് റിയാക്ഷൻ പങ്കെടുത്ത ആദ്യത്തെ ആളല്ല സോഡിയം അല്ലേ? അപ്പൊ സോഡിയം എന്ന് നമുക്ക് എഴുതുക. ഇനി അടുത്ത റിയാക്ഷൻ കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൊ ആരോമാർ ഇടുക. ഇലക്ട്രോൺ ലോസ് ആയില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യരുത്, അതിന്റെ ഫലമായിട്ട് Na+ ആയിട്ട് മാറി. അപ്പൊ Na+ എന്ന് എഴുതിയതിനു ശേഷം ഒരു പ്ലസ് എഴുതുക, ഇ മൈനസ്. കണ്ട? അപ്പൊ ഇതിനർത്ഥം എന്താ? സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോൺ ലോസ് ആയി, അപ്പൊ Na+ ആയി. ഈ പ്രോസസ് വിളിച്ച പേരാണ് ഓക്സിഡേഷൻ. ഇത് ഷോർട്ട് ഫോം ആണ്. ഇനി അതുപോലെ റിഡക്ഷൻ ഇതാൻ പോവാണ്. നോക്കി, ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു അല്ലെ? അപ്പൊ ക്ലോറിൻ Cl ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു പ്ലസ് ഇ മൈനസ്. അപ്പൊ എന്ത് സംഭവിച്ചു? അത് Cl മൈനസ് ആയിട്ട് മാറി. കണ്ടോ? അപ്പോൾ ക്ലോറിൻ ഗെയിൻ 1 more electron to become Cl minus ion, chloride ion, and this reaction is called reduction reaction. കണ്ടോ? ഇത് രണ്ടുകൂടെ കളക്റ്റീവ് ആയിട്ട് ഒന്ന് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ വിളിച്ച പേരാണ് റിഡോക്സ് റിയാക്ഷൻ. സോ അക്കോർഡിംഗ് ടു ഇലക്ട്രോണിക് കോൺസെപ്റ്റ്, ഓക്സിഡേഷൻ മീൻസ് the removal of electron and reduction means gaining of electron. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എഴുതിയത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, that is called oxidation number method, like oxidation number concept. Oxidation number concept. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെയാണ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് അത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ക്ലാസ് എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പറയാണ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ചാർജ് കാരിഡ് ബൈ ആൻ അയോൺ. ഇത്രയുള്ള സംഭവം. ഒരു അയോണിന്റെ കൂടെ എത്ര ചാർജ് ഉണ്ടോ ആ എണ്ണത്തെ വിളിച്ച പേരാന്നേ ഉള്ളൂ ഓക്സിഡേഷൻ നമ്പർ. കണ്ടോ? ഇപ്പൊ നമ്മൾ Na+ എന്ന് എഴുതിയില്ലേ? Na+. അപ്പൊ എത്ര പോസിറ്റീവ് ഉണ്ട്? ഒരു പ്ലസേ ഉള്ളൂ അല്ലെ? അപ്പൊ +1 അതാണ് ഓക്സിഡേഷൻ നമ്പർ. അതുപോലെ Cl മൈനസ്, എത്ര മൈനസ് ഉണ്ട്? ഒരു മൈനസ്, അപ്പൊ -1. കണ്ടോ? അപ്പൊ എത്ര ചാർജ് ഉണ്ടോ അതിന് വിളിച്ച പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ചിലപ്പോൾ ചാർജ് ഒന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ Na മാത്രം എഴുതുക, അല്ലെങ്കിൽ Cl മാത്രം എഴുതുക. അതായത് ആറ്റം അല്ലേ? ചാർജ് ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 എന്ന് പറയാം. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ 0 ആവുണ്ട്, പോസിറ്റീവ് ആവുണ്ട്, മൈനസ് ആവുണ്ട്. ക്ലിയർ ആക്കുക? ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് ചാർജ് കാരിഡ് ബൈ ആൻ അയോൺ, ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ നമ്പർ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇനിയും പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇത്രയുള്ള സംഭവം. ഓക്സിഡേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. The process of
increase in oxidation number. And reduction means the process of decrease in oxidation number. അപ്പോൾ ഒരു അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുന്ന പ്രോസസ് അത് ഓക്സിഡേഷൻ. ഒരു അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയ്ക്കുന്ന പ്രോസസ് അതാരാ റിഡക്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കി, സിങ്ക് ദാറ്റ് ഈസ് Zn react with CO2 plus gives Zn2 plus Cu. ഇങ്ങനെ റിയാക്ഷൻ. Zn സിങ്ക് പ്ലസ് Cu2 പ്ലസ്, ഇത് കോപ്പർ അയോൺ ആണ്. റിയാക്ഷൻ ചെയ്യുമ്പോൾ സിങ്ക് 2 പ്ലസ് ആവും, കോപ്പർ ചാർജ് ഇല്ലാത്ത ആവും. നമുക്ക് നോക്കാം, സിങ്ക് അവിടെ ചാർജ് ഇല്ല, അപ്പൊ 0 ആയിരുന്നു. മനസ്സിലായോ? 0യിൽ നിന്ന് എത്രയിലേക്ക് മാറി? ഇങ്ങോട്ട് ഇത് കണ്ടോ, +2 കണ്ടോ? 0യിൽ നിന്ന് +2 ഓക്സിഡേഷൻ നമ്പർ അല്ലെ? അപ്പൊ ഇൻക്രീസ് അല്ലേ? അപ്പൊ ഈ പ്രോസസ് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. ഇനി അടുത്തത് Cu2 പ്ലസ്, അപ്പൊ 2+2 ആയിരുന്നു. എന്നിട്ട് മാറി Cu, ഇവിടെ ഒന്നും ഇല്ലല്ലോ, 0 അല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ +2ൽ നിന്ന് 0യിലോട്ട് ഡിക്രീസ് ചെയ്തു അല്ലെ? +2ൽ നിന്ന് 0 ഡിക്രീസ് ചെയ്തു. അപ്പൊ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് വാട്ട്? റിഡക്ഷൻ. കണ്ടോ? അപ്പൊ ഓക്സിഡേഷനുമായി റിഡക്ഷനുമായി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് പറയുന്നു, ദ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് ഓക്സിഡേഷൻ, ദ പ്രോസസ് ഓഫ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് റിഡക്ഷൻ. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് വെച്ച് ഓക്സിഡേഷൻ റിഡക്ഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 കാര്യങ്ങളാണ്. അറ്റോമിക് കോൺസെപ്റ്റ് അല്ലെ, ക്ലാസിക് കോൺസെപ്റ്റ്, ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ആൻഡ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ്. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് how will you determine the oxidation number of an element in a compound or a simple molecule? ഒരു കോമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂളിനകത്തോ എങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് കണ്ടുപിടിക്കുന്നത്? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന് ചില റൂൾസ് ഉണ്ട്. മനസ്സിലായോ? ആ റൂൾസ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നത് വേണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അങ്ങനെ റൂൾസ് ആയിട്ട് ചോദിക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും എലമെന്റ് ഓക്സിഡേഷൻ നമ്പർ കാണാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ജസ്റ്റ് ആ റൂൾസ് ജസ്റ്റ് നോട്ടിരിക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് how will you determine the oxidation number of an element in a compound? അപ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് ഉള്ള ഏതെങ്കിലും എലമെന്റ് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ പറയാം. അതൊന്ന് കേട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താ റൂൾസ് ആയിട്ട് പരീക്ഷ ചോദിക്കുന്നില്ല കേട്ടോ, അത് പഠിക്കും വേണ്ട. പക്ഷേ ഏതെങ്കിലും എലിമെന്റ് ഓക്സിഡേഷൻ നമ്പർ കാണാൻ ആവശ്യപ്പെടാറുണ്ട്. ഓക്കെ, ഞാൻ റൂൾസ് ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ റൂൾ പറഞ്ഞത്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്രീ എലമെന്റ് ഈസ് ഈക്വൽ ടു 0. എന്താ ഫ്രീ എലമെന്റ് എന്ന് പറഞ്ഞാല്? അതായത് ഇപ്പൊ O2 ഓക്സിജൻ കണ്ടോ, അല്ലെങ്കിൽ ഫ്ലൂറിൻ F2, അല്ലെങ്കിൽ ബ്രോമിൻ Br2 കണ്ടോ, ഇതെല്ലാം ഫ്രീ എലമെന്റ്സ് ആണ്. ഇതിന്റെ എല്ലാം എപ്പോഴും 0 ആയിരിക്കും. ഇപ്പൊ ഒരു എലമെന്റ് ഫ്രീ സ്റ്റേറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ആരും ഇല്ല, മാത്രമേ ഉള്ളൂ. അതിന്റെ ഓക്സിഡേഷൻ പ്രോബ്ലം 0 ആയിരിക്കും. ഇനി അടുത്തത് ഓക്സിഡേഷൻ ON ഓക്സിഡേഷൻ പറയണം കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ അയോൺ, ആനയോൺ അല്ല ആൻ അയോൺ ആണ്, ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. കണ്ടോ? അപ്പോൾ ഒരു അയോൺ എടുക്കുക, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് എന്തും ആയിക്കോട്ടെ, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും അതിന്റെ ചാർജ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, Na+ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1, Cl- എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -1. അപ്പൊ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് പറഞ്ഞാൽ മതി. ചിലപ്പോൾ അത് +2 ആവും, -2 ആവും, ലൈക്ക് ദാറ്റ്. ഇനി അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലോറിൻ ഈസ് -1. എപ്പോഴും ഫ്ലോറിൻ -1 കാണിക്കത്തുള്ളൂ. കാരണം വേറൊന്നുമില്ല, മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. അപ്പോൾ ആർക്കും പുള്ളി ആരെ വിട്ടുകൊടുക്കുക, ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. പുള്ളിക്കാൻ എപ്പോഴും ഇലക്ട്രോണെ ഗെയിൻ ചെയ്യാൻ മാത്രമേ നടക്കുള്ളൂ. അത് ഒരെണ്ണം മതി, കൂടുതലൊന്നും വേണ്ട. ഒക്ടേറ്റ് കമ്പനി ഒരെണ്ണം കൂടി ആവശ്യമുള്ളൂ. അതുകൊണ്ട് -1 ആയിരിക്കും എപ്പോഴും ഫ്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -2 except in peroxide in which it is -1 and in OF2 it is +2. കണ്ടോ? അപ്പൊ നോർമൽ കേസിൽ ഒരു ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും -2 ആയിരിക്കും. കാര്യം എന്താ? ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 2 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. അപ്പൊ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ നോർമൽ കേസ്. പക്ഷെങ്കിൽ എക്സെപ്ഷൻ കേസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ പെറോക്സൈഡ്, ഇപ്പൊ സോഡിയം പെറോക്സൈഡ് Na2O2, അങ്ങനെയുള്ള പെറോക്സിനകത്തൊക്കെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. അത് വേണമെങ്കിൽ പരിശോധിക്കുക കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ പെറോക്സൈഡ് ഈസ് ഡാഷ്. പക്ഷെ OF2 എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ ഫ്ലോറൈഡ് എടുക്കുമ്പോൾ ആ വാല്യൂ +2 ആയിരിക്കും. +2 ആണ് കേട്ടോ, മറക്കരുത്. അടുത്തത്
ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൽക്കലി മെറ്റൽ ഈസ് +1. ഏത് ആൽക്കലി മെറ്റൽ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഗ്രൂപ്പ് 1 മെറ്റൽ അതിന്റെ എപ്പോഴും +1 ആയിരിക്കും. എന്നാൽ ആൽക്കലി എർത്ത് മെറ്റൽ എടുക്കുമ്പോൾ ഏതാ ഗ്രൂപ്പ് 2, അതായത് ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം പോലെ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും +2 ആയിരിക്കും. ഓക്കെ, അപ്പൊ +1 ആൽക്കലി മെറ്റൽ, +2 ആൽക്കലി എർത്ത് മെറ്റൽസ്. അടുത്ത്, ഫോർ എ ന്യൂട്രൽ മോളിക്യൂൾ സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ എലമെന്റ്സ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഒരു ന്യൂട്രൽ മോളിക്യൂൾ എടുക്കുമ്പോൾ അതിനകത്തുള്ള എലമെന്റ്സിന്റെ എല്ലാം കൂടി ഓക്സിഡേഷൻ നമ്പർ സം ചെയ്താൽ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ NS3 അമോണിയ, H2O കണ്ടോ, ഇതെല്ലാം ന്യൂട്രൽ മോളിക്യൂൾ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോ എലമെന്റ് ഓക്സിഡേഷൻ നമ്പർ സം ചെയ്ത് നോക്കിയാൽ എപ്പോഴും 0 വരത്തുള്ളൂ, കാരണം മോളിൽ ചാർജ് ഒന്നും ഇല്ല, അതുകൊണ്ട്. അപ്പൊ ന്യൂട്രൽ മോളിക്യൂളാ. ഇനി അടുത്തത്, ഫോർ എ റാഡിക്കൽ സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. കണ്ടോ, റാഡിക്കൽ എന്താ? റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഹാവിംഗ് എ ഡെഫിനിറ്റ് ചാർജ്. ഗ്രൂപ്പ് ഓഫ് ആറ്റം ഹാവിംഗ് എ ഡെഫിനിറ്റ് ചാർജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സൾഫേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ SO4 - എന്നാണ്, ഇത് റാഡിക്കലാണ്. അതുപോലെ നൈട്രേറ്റ് അയോൺ NO3- എന്നാണ്, കണ്ടോ. അപ്പൊ ഇത് റാഡിക്കലിന്റെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ എല്ലാം കൂടെ കൂട്ടിയാൽ അവിടെ കിട്ടുന്നതിന്റെ ചാർജിന്റെ എണ്ണം തന്നെയായിരിക്കും. ഇപ്പൊ നമുക്ക് SO4 എന്ന് പറയുമ്പോൾ ഒരു സൾഫറും 4 ഓക്സിജനുമാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ സം ചെയ്ത് നോക്കുമ്പോൾ -2 വരണം എന്നതിന്റെ കോൺസെപ്റ്റ്. അതുപോലെ നൈട്രേറ്റ്. ഓക്കെ, അടുത്ത് ഓക്സിഡേഷൻ നമ്പർ ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ എപ്പോഴും +1 ആണ്. പക്ഷെങ്കിൽ ഈ മെറ്റൽ ഹൈഡ്രൈഡ് കേസ് എടുക്കുമ്പോൾ അത് -1 ആണ്. മെറ്റൽ ഹൈഡ്രൈഡ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സോഡിയം ഹൈഡ്രൈഡ് കണ്ടോ, NaH, അത് സോഡിയം +1 ആണ്, ഹൈഡ്രജൻ -1 ആണ്. അപ്പോൾ almost in all cases oxidation number of hydrogen is +1 because it has a tendency to lose electron. But in certain case like metal hydride in which it is -1. Why? Because electron gained by hydrogen. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്, അതിനുള്ള മാർഗ്ഗം ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, ഞാനിവിടെ കുറച്ച് കോമ്പൗണ്ട്സിന്റെ ഫോർമുലയും റാഡിക്കൽസിന്റെ ഫോർമുല എഴുതിയിട്ടുണ്ട്. ആ ഓരോന്നിന്റെ ചില എലിമെന്റ്സിന്റെ താഴെ വരയിട്ടുണ്ട്, അണ്ടർലൈൻഡ് എലമെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെയാണ് ഓക്സിഡേഷൻ നമ്പർ കാണുന്നത്. ഇവിടെ ചോദ്യം ഉണ്ടെന്ന് വായിക്കാം. ഫൈൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അണ്ടർലൈൻഡ് എലമെന്റ് ഫ്രം ദ ഫോളോയിങ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഒന്നാമത് H2SO4. എന്തോ H2SO4 സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. എങ്ങനെയാണ് സൾഫറിന് എസിന് താഴെ അണ്ടർലൈൻ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സൾഫ്യൂരിക് ആസിഡിനുള്ള സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ചാർജ് ഉണ്ടോ ഇല്ലോ നോക്കുക. മൊത്തത്തില് അത് മനസ്സിലാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതിന്റെ മുകളിൽ വല്ല ചാർജ് ഉണ്ടോ നോക്കിയാൽ മാത്രം മതി. ഇവിടെ ഇപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ന്യൂട്രൽ മോളിക്യൂളായിരുന്നു, മനസ്സിലാക്കുക. അപ്പൊ ആ മോളിക്യൂളിന്റെ കേസ് നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച്, അല്ലെ റൂൾസ് അനുസരിച്ച്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, 1 സൾഫർ ഉണ്ട്, 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇതിന്റെ എല്ലാം കൂടി ഓക്സിഡേഷൻ നമ്പർ സം ചെയ്യുമ്പോൾ 0 വരണം. അതാണ് ഫസ്റ്റ് റൂൾ പറയുന്നത്. ന്യൂട്രൽ മോളിക്യൂളിന്റെ കേസില്, സിമ്പിൾ മോളിക്യൂളിന്റെ കേസില് ഓക്സിഡേഷൻ നമ്പർ 0 എന്ന് പറഞ്ഞതുപോലെ ഫോർ എ ന്യൂട്രൽ മോളിക്യൂൾ സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദി എലമെന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണേ. നോക്ക്, ഇത് അർത്ഥം എന്താ അറിയാമോ? 2 ഹൈഡ്രജൻ ഉണ്ട്, 1 സൾഫർ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ചാർജ് സം ചെയ്യുമ്പോൾ 0 വരണം. നോക്കി, സ്പ്ലിറ്റിംഗ് എന്നാണ് അവിടെ 2 × H എന്നാണ്, പ്ലസ് 1 × S പ്ലസ് 4 × O ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എത്ര? 0 ആണ്, കണ്ടോ. അപ്പൊ ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നമ്പർ 2 ഹൈഡ്രജൻ, 1 സൾഫർ ആൻഡ് 4 ഓക്സിജൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ 2 × 1 പ്ലസ് 1 × സൾഫറിന്റെ കാണാൻ അറിയില്ല, അപ്പൊ അത് X എന്ന് മാർക്ക് ചെയ്യുക, അൺനോൺ ആണ് X, പ്ലസ് 4 × -2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്സിജന്റെ -2 അല്ലേ. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 2 × 1 2 പ്ലസ് 1 × X എന്നാണ്. ഇവിടെ പ്ലസ് 4 × -2. 4 × -2 എത്ര? -8 ആണ്. പക്ഷെ പ്ലസ് × മൈനസ് ആകത്തില്ലേ, അപ്പൊ -8 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കണ്ടോ, മനസ്സിലായോ? ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യും. 2 + X - 8 എന്ന് പറയുമ്പോൾ X - 6 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ X = +6 എന്നല്ലേ, കണ്ടോ. അപ്പൊ X = +6. അപ്പോൾ ഇവിടെ X ആരാ? സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഓക്സിഡേഷൻ നമ്പർ സൾഫർ ഇൻ സൾഫ്യൂരിക് ആസിഡ് ഈസ് ഈക്വൽ ടു +6. ഇങ്ങനെയാണ് കിട്ടുന്നത്, മനസ്സിലായോ? ഇനി അടുത്തത് HNO3 നൈട്രജൻ. ഇതുപോലെ പറയാം, നമുക്ക് നോക്കാം. H അപ്പൊ പറഞ്ഞുള്ളൂ പ്ലസ് ഇത് X എന്ന് എടുക്കണം അല്ലെ. അപ്പൊ 1 × X അല്ലെങ്കിൽ നൈട്രജൻ പ്ലസ് 3 × O, അത് ബ്രാക്കറ്റിലാണ്, ഈക്വൽ ടു 0.
ഹൈഡ്രജൻ 1 ആണ് പ്ലസ് ഇത് എക്സ് എന്ന് മാർക്ക് ചെയ്തു പ്ലസ് 3 into -2 is equal to 0. 1 plus x ഇത് -6 എന്നാവും equal to 0. അപ്പോൾ x -5 equal to 0. അപ്പോൾ x equal to +5 എന്നാവും കേട്ടോ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് നൈട്രജൻ ഇൻ HNO3 is equal to +5. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി മൂന്നാമത്തേത് KMnO4നകത്ത് മാംഗനീസിന്റെ കേട്ടോ. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ K plus Mn+4O that is equal to 0. ന്യൂട്രൽ അല്ലേ മൊത്തം. അപ്പൊ K ആൽക്കലിമെറ്റ് ആണ്, അപ്പൊ അത് +1 പ്ലസ് ഇത് എക്സ് പ്ലസ് 4 into -2 എന്ന് വരും ഈക്വൽ ടു 0. അപ്പോൾ 1 plus x minus 8 equal to 0. അപ്പോൾ x minus 7 equal to 0. അപ്പോൾ x equal to +7 അല്ലേ കണ്ടോ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4 is equal to എത്ര +7 ആണ്. ഇനി അടുത്തത് നമ്മള് ഡി ഓക്കെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2 ആണ് കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 into K plus 2 into Cr plus 7 into O that is equal to 0. 2K അപ്പോൾ 2 into 1 എന്നല്ലേ plus 2 into x plus 7 into -2 equal to 0. 2 plus 2x minus 14 equal to 0. അപ്പോൾ 2x minus 12 equal to 0. അപ്പോൾ 2x equal to 12. അപ്പോൾ x equal to 12/2 equal to 6 എന്ന് വരും കണ്ടോ. അവിടെ പ്രത്യേകതയുണ്ട്, അവിടെ 2x ആണ് 12, നമുക്ക് x ആ വേണ്ടത്, ഒരാളെയാ വേണ്ടത്, അത് 12/2 അപ്പൊ 6 വരും, +6 ആണ് കേട്ടോ. അപ്പൊ ഇത് +6 എന്നാണേ. ഓക്കെ, ഇനി അടുത്താണ് ശ്രദ്ധിക്കുന്നത്, ഇതെല്ലാം റാഡിക്കൽസ് ആയിട്ട് ഇപ്പൊ തന്നെല്ലാം സിമ്പിൾ കോമ്പൗണ്ട് ആണ്, പക്ഷെ ഇത് റാഡിക്കൽസ് ആണ്. അപ്പൊ ഇവിടെ മാംഗനീസിന്റെ കാണുന്നത്, ഇവിടെ സൾഫറിന്റെ കാണണം, ഇവിടെ ക്രോമിയം കാണണം, ഇവിടെ ഫോസ്ഫറസ് കാണണം. ഇപ്പൊ ചെയ്തപോലെ തന്നെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇതെല്ലാം ചാർജ് സം ചെയ്യുമ്പോൾ ആ ചാർജ് മുകളിൽ വന്നതിന് അത് കാണിച്ചാൽ മതി. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകും നോക്കിയേ, മാംഗനീസ് പ്ലസ് 4 into O ഈക്വൽ ടു വാട്ട് -1 ആണ് കേട്ടോ, 0 അല്ല. അപ്പൊ ഇതാ കാണുന്നത് എക്സ് പ്ലസ് 4 into -2 ഈക്വൽ ടു -1. അപ്പൊ x minus 8 ഈക്വൽ ടു -1. അപ്പോൾ x ഈക്വൽ ടു -1 plus 8 that is equal to what +7 വരും കേട്ടോ. അപ്പോൾ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ MnO4 മൈനസിനകത്ത് +7 ആണ്. അതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത് സൾഫർ, സൾഫേറ്റ് അയോൺ കേട്ടോ, SO4 - അപ്പൊ S plus 4 into O equal to -2. അപ്പോൾ x plus 4 into -2 equal to -2. അപ്പോൾ x minus 8 equal to -2. അപ്പോൾ x equal to -2 plus 8 that is equal to +6 എന്ന് വരും കേട്ടോ. ഒക്കെ എളുപ്പം നമുക്ക് ചെയ്യാവുന്ന. ഇനി അടുത്തത് Cr2O2 അപ്പൊ 2Cr plus 7 into O equal to -2 എന്ന് വരും. അപ്പൊ 2x plus 7 into -2 equal to -2. അപ്പോൾ 2x minus 14 equal to -2. അപ്പോൾ 2x equal to -2 plus 14 equal to +12 എന്ന് വരും. അപ്പോൾ x equal to 12 divided by 2 that is equal to +6 എന്ന് വരും കേട്ടോ. അവിടെ ഇതുപോലെ തന്നെ the last one phosphate PO4 3 - ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. അതിൽ ഫോസ്ഫറസിന്റെ ആണ് കാണുന്നത്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ P plus 4O equal to -3 എന്നല്ലേ, അല്ലെങ്കിൽ x plus 4 into -2 equal to -3, അല്ലെങ്കിൽ x minus 8 equal to -3, അല്ലെങ്കിൽ x equal to -3 plus 8 equal to +5. അപ്പോൾ ഓക്സിഡേഷൻ ഫോസ്ഫേറ്റ് അയോൺ ഈസ് +5. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത് കുറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പൊ സീ യു നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ ഇതിന്റെ നോട്ട്സും പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അപ്പൊ പുതിയതായിട്ട് വേണ്ടവർ ആവശ്യപ്പെട്ടാൽ മതി, നമുക്ക് അടുത്ത ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ, തന്നിരിക്കും, യാതൊരു സംശയമില്ല. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.